നമസ്കാരം. നമശിവായ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. വീടിനുള്ളിൽ ഒരു രീതിയിലുള്ള സമാധാനവും ലഭിക്കുന്നില്ല, സന്തോഷമില്ല. കുടുംബ അംഗങ്ങൾ തമ്മിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കലഹം. മുഖത്തോട്ട് നോക്കിയാൽ വിദ്വേഷഭാവത്തിലാകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വീട്ടിനുള്ളിൽ നടക്കുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അഭിപ്രായ വ്യത്യാസം നടക്കുകയും അത് വഴക്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. എന്ത് കാര്യത്തിന് വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിച്ചാലും അതിലൊക്കെ എന്ത് പറഞ്ഞാൽ തടസ്സം എന്നല്ലാതെ മറ്റൊരു രീതിയിലുള്ള ഉയർച്ചയും വന്നു ചേരുന്നില്ല എന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലിയൊരു മാറ്റം തന്നെ വന്നു ചേരും. ദൃഷ്ടിദോഷം, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സം, വീട്ടിൽ പോലും സമാധാനം ലഭിക്കാത്ത അന്തരീക്ഷം, വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും അങ്ങോട്ട് നിങ്ങൾ സങ്കല്പിക്കുന്ന പ്രയോജനം ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ 100% നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷവും ഐശ്വര്യക്കേടും ഒക്കെ മാറി നല്ല രീതിയിൽ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും ഉള്ളിൽ താമസിക്കുന്ന കുടുംബ അംഗങ്ങൾ തമ്മിൽ സന്തോഷത്തോടെയും ഐക്യത്തോടെയും ഒരു കുടുംബ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ആ വീട്ടിൽ നിന്നും നിങ്ങൾ ഇറങ്ങി എന്ത് കാര്യത്തിന് പോകുന്നു അതിലൊക്കെ പൂർണ്ണ ഫലം ലഭിക്കുകയും ചെയ്യും. എന്തുകൊണ്ടും ഈ ഒരു കാര്യം ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള, അത്രയ്ക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്ന രീതിയിലുള്ളൊരു പരിഹാര മാർഗമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. അതിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതിൽ മറിച്ചൊരു ചോദ്യത്തിന്റെ ആവശ്യമേ വരുന്നില്ല. അപ്പോൾ എന്താണ് വിഷയമെന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അതുപോലെ തന്നെ ചെയ്താൽ മാത്രമേ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന, നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന ദോഷ ദുരിതങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതിന് ചെയ്യേണ്ട കർമ്മം ഇപ്രകാരമാണ്. ശനിയാഴ്ച ദിവസം വേണം ഇത് ചെയ്യാനായിട്ട്. വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവരെ കണക്കാക്കി നാരങ്ങ വാങ്ങണം. നാരങ്ങ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പഴുത്ത നാരങ്ങ വാങ്ങുക. വാങ്ങുന്ന നാരങ്ങയിൽ പുള്ളിപ്പാടുകളോ കേടുപാടുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഭംഗിയായി പഴുത്ത നാരങ്ങ വാങ്ങുക. ഉദാഹരണത്തിന് വീട്ടിലിപ്പോൾ 5 അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ 6 നാരങ്ങ വാങ്ങുക. 5 നാരങ്ങ കുടുംബാംഗങ്ങളെ ഒഴിയുന്നതിനും 6ാമത് അധികമായി ഉള്ള നാരങ്ങ വീട് മൊത്തത്തിലായി ഒഴിയുന്നതിനും വീട്ടിലെ ഓരോ മുറികൾ ഒഴിയുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന നാരങ്ങ വൈകുന്നേരം പൂജാമുറിയിൽ നിങ്ങൾ ഏത് ദേവനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദേവന്റെ മുൻപിലായി ഈ നാരങ്ങ കഴുകിയിട്ട് ഓരോ നാരങ്ങയിലും ചന്ദനം, ഭസ്മം, സിന്ദൂരം ഇവ 3ഉം ചാർത്തി ദേവന്റെ മുന്നിൽ സമർപ്പിക്കുക. ഒരു 10 മിനിറ്റ് നേരം അവിടെ പൂജാമുറിയിൽ അത് വെച്ച് വിളക്ക് തെളിയിച്ച് അത് വെച്ചതിന് ശേഷം ഈ നാരങ്ങ എടുത്ത് കുടുംബത്തുള്ള അംഗങ്ങൾ, നിങ്ങളിപ്പോൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ആരൊക്കെയാണോ കുടുംബാംഗങ്ങൾ എല്ലാവരെയും അടി മുതൽ മുടി വരെ 3 പ്രാവശ്യം ഒഴിയുക. ഇങ്ങനെ ഒഴിഞ്ഞ് ആ നാരങ്ങ പൂജാമുറിയുടെ ഭാഗത്തായി വെക്കുക. അതിനുശേഷമുള്ള ഒരു നാരങ്ങ വീട്ടിലെ ഓരോ മുറിയും 3 പ്രാവശ്യം ഒഴിഞ്ഞ് വീടിന് പുറത്ത് വന്ന് വീട് മൊത്തത്തിലായി 3 പ്രാവശ്യം ഒഴിയുക. ഇങ്ങനെ ഒഴിഞ്ഞ നാരങ്ങ, കുടുംബാംഗങ്ങളെ ഒഴിഞ്ഞ നാരങ്ങയും വീടിനെ ഒഴിഞ്ഞ നാരങ്ങയും ഒരു പാത്രത്തിലിട്ട് വീടിന് പുറത്തായി ഒരു ഭാഗത്ത്, ഒഴിഞ്ഞ ഭാഗത്ത് സൂക്ഷിച്ചു വെക്കുക. ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നാരങ്ങ നമ്മൾ ചെയ്ത ദിവസം ശനിയാഴ്ചയാണ്. അടുത്ത ശനിയാഴ്ച വരുമ്പോൾ ഒരു ആഴ്ചക്കാലം ഇത് അവിടെ തന്നെ വീടിന് പുറത്തായി സൂക്ഷിച്ചു വെക്കുക. അടുത്ത ശനിയാഴ്ച വൈകുന്നേരത്തിന്, അത് വിളക്ക് കത്തിക്കുന്നതിന് മുൻപായി ഈ നാരങ്ങ എടുത്ത് ആരും കാണാതെ വീടിന് പുറകിലായി കത്തിച്ചു കളയണം. നമ്മുടെ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഈ ഒരാഴ്ചക്കാലം ഈ നാരങ്ങയിൽ ആകർഷിതമാവുകയും ആ നാരങ്ങ നമ്മൾ അഗ്നിക്ക് സമർപ്പിക്കുകയുമാണ്. നിങ്ങളെ ബാധിച്ചിട്ടുള്ള, നിങ്ങളുടെ വീടിനെ ബാധിച്ചിട്ടുള്ള ദോഷ ദുരിതങ്ങളൊക്കെ അഗ്നിക്ക് സമർപ്പിച്ച് എരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി വീട്ടിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും വിട്ടൊഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നാരങ്ങ എരിച്ചു കളയുമ്പോൾ ആരും കാണാൻ പാടില്ല. വീടിന് പുറകിലായി കുറച്ച് തീ കൂട്ടി അതിലിട്ട് ഈ നാരങ്ങ പൂർണ്ണമായി എരിച്ചു കളയുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളെ വീടിനെ ബാധിച്ചിട്ടുള്ള,
നിങ്ങളെ ബാധിച്ചിട്ടുള്ള സകല ദോഷ ദുരിതങ്ങളും വിട്ടൊഴിയുക തന്നെ ചെയ്യും. ഈ ഒരു കർമ്മം ഇങ്ങനെ തുടർച്ചയായി 3 ആഴ്ച ചെയ്യുന്നതിനുള്ളിൽ തന്നെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള സകല ദോഷ ദുരിതങ്ങളും, എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം നിഷ്ഫലമായി തീയിൽ സമർപ്പിച്ചത് മൂലം, അതായത് നമ്മൾ അഗ്നിയിൽ ഈ നാരങ്ങ സമർപ്പിച്ചത് മൂലം അവയെല്ലാം എരിഞ്ഞടങ്ങി പോകുന്നതാണ്. അതോടുകൂടി നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും, കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന കലഹങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ മാറി കുടുംബാംഗങ്ങളും നിങ്ങളും എല്ലാവരും സന്തോഷമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുകയും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യും. ആ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നോ ആ കാര്യത്തിലെല്ലാം വിജയം വന്നു ചേരുകയും ചെയ്യും. സമാധാനമായി സന്തോഷമായി നിങ്ങൾക്ക് ഓരോ രാത്രികളും കിടന്നുറങ്ങാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കർമ്മം അത്രയ്ക്ക് ശക്തിയുള്ള ഒരു കർമ്മമാണ്. ഇത് വേണ്ട രീതിയിൽ, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് എന്റെ ദോഷ ദുരിതങ്ങളൊക്കെ മാറ്റിത്തരണേ, വീടിനെ ബാധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിച്ച് എന്റെ ദോഷ ദുരിതങ്ങളൊക്കെ ഭഗവാനെ ഈ ഒരു കർമ്മത്തിലൂടെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൽ 100% ഫലം വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് തെളിയിക്കപ്പെട്ട കാര്യം കൂടിയാണ്. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. ആ കുടുംബത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്ന സമാധാനമില്ലാത്ത പ്രശ്നങ്ങളും, എന്തു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും കലഹത്തിൽ തന്നെ വന്നു ചേരുകയും ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഇതൊന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫലം അനുഭവത്തിൽ വന്നു ചേരും. സമാധാനവും സന്തോഷവും ഐശ്വര്യവും ആ കുടുംബത്തിൽ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊന്ന് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ ഒരു കർമ്മം ഈ പറഞ്ഞ രീതിയിൽ ഭക്തിപൂർവം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. പോസിറ്റീവ് എനർജി നിറയും. മഹാലക്ഷ്മിയുടെ ഐശ്വര്യം വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബ അംഗങ്ങൾ തമ്മിൽ ഐക്യതയോടുകൂടി, സന്തോഷത്തോടുകൂടി, ഒരുമയോടുകൂടി ജീവിക്കും. ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. സന്തോഷമായിട്ട് സ്നേഹത്തോടുകൂടി ഭാര്യ ഭർത്താവിന് ജീവിക്കാൻ സാധിക്കും അമ്മ വീട്ടിൽ. എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള, അത്രയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു കർമ്മമാണിത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും അനുഭവിച്ചറിയാനും സാധിക്കും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ പൂർണ്ണമായും ഇല്ലാതാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്ന് നിറയുന്ന മറ്റ് വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.